ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഐ മീൻ സേ ടോട്ടലി അൺപ്രസിഡന്റഡ്. ഈ കോടതിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാജാവിൻ്റെ വിചാരണ ഒരു പ്രജയുടെ പരാതിയിന്മേൽ ഇന്നാട്ടിൽ നടത്തേണ്ടി വന്നിട്ടില്ല. പ്രസിഡൻസി കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവുള്ളതുകൊണ്ടും ഹിസ് ഹൈനസ് അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വിചാരണ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ കേസിലെ എല്ലാ നടപടിക്രമങ്ങളും ഒരു മാമൂല് പോലെ പാലിക്കാൻ സാധിച്ചൊന്നും വരില്ല. എങ്കിലും നീതി നിർവഹണം ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്യാതിരിക്കാനും സാധിക്കില്ല. സോ എല്ലാവരും സഹകരിക്കുക. കോൾ ദ വിറ്റ്നസ്. ഒന്നാം സാക്ഷി കൃഷ്ണനുണ്ണി. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ദൈവത്തിൻ്റെയും പൊന്നു തമ്പുരാൻ്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. പ്രൊസീഡ്. എന്തിനാണ് പരാതി കൊടുത്തത്? വിശദമായി പറയൂ. എൻ്റെ വീട് ചിത്രപുരി ഗ്രാമത്തിൽ കിഴക്ക് മാറിയാണ്. എനിക്കവിടെ കുന്നിൻമുകളിലപ്പൻ ക്ഷേത്രത്തിൽ പൂ കിട്ടുന്ന ജോലിയാണ്. എനിക്കൊരു മകളുണ്ട്. അവളുടെ പേര് ദേവയാനി എന്നാണ്. എൻ്റെ ഭാര്യ എൻ്റെ മകൾക്ക് 1 വയസ്സുള്ളപ്പോൾ ദീനം വന്ന് മരിച്ചതാണ്. പിന്നെ ഞാൻ ജീവിച്ചത് മുഴുവൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. സംഭവം നടന്ന അന്ന് നിങ്ങളുടെ മകളെ മഹാരാജാവിൻ്റെ സദസ്സിലെത്തിക്കാൻ രാജകൽപ്പനയുണ്ട്. മകളോട് പുറപ്പെടാൻ തയ്യാറാകാൻ പറയൂ. ഞാൻ എൻ്റെ കയ്യും കാലം തളർന്നു പോകുന്ന പോലെ ആയിപ്പോയി. രാജാവിന് 2000-ൽ കൂടുതൽ പത്നിമാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ എല്ലാ പെൺകൊച്ചുങ്ങളെയും രാജാവ് പിടിച്ചുകൊണ്ടുപോയി ഭാര്യമാരാക്കി അന്തഃപുരത്തിൽ താമസിപ്പിക്കും. മന്ത്രി ഇദ്ദേഹമാ ഇതെല്ലാം രാജാവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെന്ന കേൾവി. എൻ്റെ മകളെ കൊണ്ടുപോയില്ലെന്ന് സജീവത്വനോട് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊട്ടാരത്തിൽ മകളെ അന്വേഷിച്ചു പോയി. കാവൽപ്പടന്മാർ എന്നെ അകത്തേക്ക് കടത്തിവിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു നടന്നു. അങ്ങനെ എവിടെയോ ഞാൻ തളർന്നു ബോധം കെട്ട് കിടന്നപ്പോൾ ഒരു സന്യാസി മുഖത്ത് വെള്ളം തെളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും കൂടി ഒരു തലസ്ഥാനമുണ്ടെന്നും അവിടെ കോടതിയിൽ പറഞ്ഞ് മകളെ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. ഞാൻ അവസാനം എൻ്റെ നാട്ടുരാജ്യം വിട്ട് പുറത്തു വന്നു. മഹാരാജ്യത്തെ തലസ്ഥാനത്തെത്തി പ്രസിഡൻസി കോടതിയിൽ പരാതി കൊടുത്തു. രാജാവ് പീഡിപ്പിച്ച് കൊല്ലാറാക്കിയെന്ന് അവൾ പറഞ്ഞങ്ങുന്നേ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി, അങ്ങുന്നേ, ജീവിക്കാൻ അനുവദിച്ചാൽ മതി. നിങ്ങളുടെ മകളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടാൽ
നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. കൂട്ടിൽ ഇടതുവശത്ത് നിൽക്കുന്നത് അദ്ദേഹമാണ്. യുവർ ഓണർ, വിറ്റ്നസ് ഹാസ് ഐഡന്റിഫൈഡ് ദ അക്യൂസ്ഡ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ക്രോസ് എക്സാമിനേഷൻ. നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയതായി പറഞ്ഞല്ലോ. ഈ പിടിച്ചോണ്ട് പോയതായി പറയുന്ന ആൾ രാജമുദ്ര ഉള്ള അംഗവസ്ത്രമായിരുന്നോ ധരിച്ചിരുന്നത്? അതെ. അപ്പോൾ വന്നത് രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ മകളെ രാജ്യത്തിന്റെ പൊതുവായ ആവശ്യത്തിന് നിയമപരമായി കൊണ്ടുപോയതാണ് എന്ന് പറയുന്നു. അങ്ങനെ എനിക്കറിയില്ല. എന്തായാലും മകളെ രാജാവിന് അടിയറവ് വെച്ചു എന്നതും അവളെ അന്തഃപുരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സംഭവമാണ്. എൻ്റെ മകൾ പറഞ്ഞ കേട്ടറിവാണ്. രാജകൊട്ടാരവും മറ്റും കണ്ട് മതിഭ്രമം ബാധിച്ച നിങ്ങളുടെ മകൾ കളവ് പറഞ്ഞതാണ് എന്ന് പറയുന്നു. Objection. This is a scandalous question. It was something spoken by the victim to her father. My friend should realize that hearsay evidence is not admissible in our legal system. പറഞ്ഞു കേട്ട് അറിവ് വെച്ച ഒരാൾക്കെതിരെ തെളിവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. We will discuss the legal points later. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ രാജാവിനെതിരെ പരാതി കൊടുത്തത്? ഒരു ചെറുപ്പക്കാരനായ സന്യാസി. ആളെ കണ്ടാൽ തിരിച്ചറിയുമോ? മുഖം കൃത്യമായി ഓർമ്മയില്ല. അതൊരു സന്യാസിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? രാജ്യത്തിന്റെ ശത്രുവായ അയൽ രാജ്യത്തെ ചാരനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനല്ല, ഒരിക്കലുമല്ല. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? സന്യാസി ശ്രേഷ്ഠനും സന്യാസി വേഷധാരിയായ ചോരനും സന്യാസ വേഷധാരിയായ ചാരന്മാരും ഭിക്ഷുകിയും വേറെ വേറെയാണ്. രാജഭരണത്തിനെതിരെയും പൊന്നു തമ്പുരാനുമെതിരെയും ഗൂഢാലോചന നടത്തുന്ന ചിലർ നിങ്ങൾക്ക് പൊന്നും പണവും തന്ന് തലസ്ഥാനത്ത് പരാതി നൽകിച്ച് രാജ്യദ്രോഹം ചെയ്തു എന്ന് പറയുന്നു. No answer. That's all, Your Honor. Cross examination for the minister. Who is appearing for the minister? I am appearing for the minister, Your Honor. Any cross? No further cross, Your Honor. Any ring? No ring. ശരിയല്ല, ഇത് ശരിയല്ല. പ്രജാസുഖേ സുഖം രാജ്ഞപ്രജാനഞ്ച ഹിതേ ഹിതം നാത്മപ്രിയം ഹിതം രാജ്ഞപ്രജാനന്ദ പ്രിയം ഹിതം എന്നാണ്. ശരിയല്ല. സ്വാമിക്ക് നല്ല കഴിവാട്ടോ. ഇങ്ങനെ ആർക്കും വാദിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പറ്റും. എനിക്കും പറ്റുമോ? പറ്റും. എങ്ങനെ? കുണ്ടലിനി മന്ത്രം പഠിക്കണം. പഠിക്കാം. കുണ്ടലിനിയെ ഉണർത്തണം. ഉണർത്താം. സ്വാമി പഠിപ്പിച്ചാൽ മതി.